ഈ ഗട്ട് ഹെൽത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം? അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ശരിക്കും എല്ലാവരും എനിക്കൊന്ന് കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആണെന്ന് തോന്നുന്നു ഈ ഒരു തലമുറ എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ധാരാളം ജിമ്മുകളുടെ എണ്ണം കൂടുന്നു, ഫിറ്റ്നസ് ട്രെയിനേഴ്സിൻ്റെ എണ്ണം കൂടുന്നു, സ്ത്രീകൾ എന്താണ് ജിമ്മിലേക്ക് പോകുന്നതിൻ്റെ എണ്ണം കൂടുന്നു. അതിൻ്റെ ഒരു പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്ന് വ്യക്തമാക്കാം. ഞാൻ ഗട്ട് ഹെൽത്തിന് നല്ലപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എൻ്റെ ക്ലയൻസിൻ്റെ അടുത്ത് ഗട്ട് ഹീലിംഗ് ആണ് മെയിനായിട്ട് ചെയ്തു വരുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ന് എല്ലാവരും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാനും എങ്ങനെയാണ് ഡയറ്റ് എടുക്കേണ്ടത്, എല്ലാവരും ഡയറ്റ് എടുക്കുന്ന ആൾക്കാരാണ് കൂടുതൽ വരും. എത്രയൊക്കെ ശരീരത്തിന് വേണ്ടുന്ന പോഷകാഹാരങ്ങൾ അകത്തേക്ക് എത്തിച്ചാൽ പോലും ഒരു സുഖമില്ല, ഒരു ഫീലിംഗ് ഇല്ല, അല്ലെങ്കിൽ എത്ര തന്നെ വർക്കൗട്ട് ചെയ്താലും വെയിറ്റ് കുറയുന്നില്ല. ഇങ്ങനെയുള്ള പല ഇഷ്യൂസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഗട്ടിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയാൻ കാരണം. ഗട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റൊമക്ക് മാത്രമല്ല. ശരി. ഗട്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ മൗത്ത് തൊട്ടിട്ട് ആനസ് വരെയുള്ള പോർഷനും ഗട്ടാണ്. ദ ഹോൾ ഡൈജസ്റ്റീവ് ട്രാക്റ്റിനെയാണ് നമ്മൾ ഗട്ടെന്ന് പറയുന്നത്. വെറുതെ ഒരു ഡൈജഷൻ്റെ ഒരു പർപ്പസ് മാത്രമല്ല. ശരി. അപ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റായിട്ട് കണക്റ്റഡ് ആണ് ഗട്ട് ഹെൽത്ത് എന്ന് പറയുമ്പോൾ. റിയലി? ഹൗ? നമ്മൾ ജീവിച്ചിരിക്കുന്ന സാഹചര്യം, നമ്മൾ ആൾക്കാരായിട്ട് പെരുമാറുന്നു, എത്രമാത്രം ഹൈജീനായ സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ എത്രമാത്രം ഡൈവേഴ്സായ സിറ്റുവേഷനാണ്. അതിപ്പോൾ പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞു കുട്ടികളോട് നമ്മൾ പുറത്ത് മുറ്റത്ത് ഇറങ്ങി കളിക്കണം, മണ്ണിലിറങ്ങി കളിക്കണം, വെയിലും മഴയും കൊള്ളണം, അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തികളുടെ ഗട്ട് ഹെൽത്തിന് വ്യത്യാസമുണ്ട്. അതല്ലാണ്ട് ഒരു സ്റ്റീരിയോ ടൈപ്പ് രീതിയിൽ ജീവിച്ചു പോകുന്ന ആൾക്കാരുടെ ഗട്ട് ഹെൽത്തിനും വ്യത്യാസമുണ്ട്. അതിപ്പോൾ നമ്മുടെ ഫസ്റ്റ് 3 years ഓഫ് ലൈഫ് തന്നെ നോക്കിയാൽ, നമ്മൾ ജനിച്ചു വരുന്ന പാറ്റേൺ നോക്കിയാൽ, സിസേറിയൻ ആണെങ്കിലും നോർമൽ ബർത്ത് ആണെങ്കിലും, ഇത് നോർമൽ ഡെലിവറിയിൽ കുറച്ചും കൂടിയും ഗട്ട് മൈക്രോബയോംസ് കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ ഇത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റും കൂടി കണക്റ്റഡ് ആയിട്ടാണ് നമുക്ക് ഈ ഗട്ട് ഹെൽത്ത് വരുന്നത്. ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗട്ട് മൈക്രോബയോംസ് കൊണ്ടാണ് ഈ ഗട്ട് ഹെൽത്ത് നമ്മൾ പൂർണ്ണമായിട്ടും പറയുന്നത്. അതായത് ഗട്ട് മൈക്രോബയോംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗട്ടിൻ്റെ ഉള്ളിൽ, ഈ ഗട്ട് എന്ന് പറയുന്നത് ഈ ലോങ് പൈപ്പാണല്ലോ, ഈ ലോങ് പൈപ്പിൻ്റെ ഉള്ളിൽ അതിൽ പല അസിഡിക് സിറ്റുവേഷൻസും അവിടുത്തെ എൻവയോൺമെൻറ്റ് അനുസരിച്ചിട്ട് അവിടെ ജീവിക്കാൻ ഒരുപാട് ബാക്ടീരിയകൾക്ക് താമസിക്കാനൊരു സൗകര്യം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ഫീഡ് ചെയ്യണോ അതനുസരിച്ചാണ് ഈ മൈക്രോബയോംസ് വളർന്നു വരിക. നമ്മുടെ ബ്രെയിനിൻ്റെ അത്ര തന്നെ തൂക്കം വരുന്ന മൈക്രോബയോംസ് നമ്മുടെ ഗട്ടിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ബ്രെയിനാണ്. നമ്മുടെ ഗട്ട് മൈക്രോബയോംസ് എന്ന് പറയുന്നതാണ് സെക്കൻഡ് ബ്രെയിൻ. ഇത് വെറുതെ ഒരു ഡൈജഷൻ മാത്രമല്ല നോക്കുന്നത്, നമ്മളുടെ ബ്രെയിനായിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ മൂഡ്സ്, ഹോർമോൺസ്, ഇതെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് ഈ ഗട്ട് മൈക്രോബയോംസ് ആണ്. ഒരു ഹെൽത്തി ഗട്ട് മൈക്രോബയോംസ് ഉണ്ട് എങ്കിൽ നമുക്ക് നല്ലൊരു ശരീരം, നല്ലൊരു മനസ്സ്, ഇത് രണ്ടും പോസിബിളാണ്. ഹെൽത്തി മൈക്രോബയോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈഡ് വെറൈറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വെറൈറ്റി ഓഫ് മൈക്രോബയോംസ് നമ്മളുടെ കയ്യിൽ ഉണ്ടാവുക. ഇന്നത്തെ കാലത്ത് പലപ്പോഴും നമുക്ക് വേണ്ടാത്ത മൈക്രോബയോംസ് കൂടുതലുണ്ടാവും. നല്ല മൈക്രോബയോംസ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ് കുറവാണ്, ബോഡിയിൽ ഇൻഫ്ലമേഷൻ കുറവാണ്, എല്ലാം കൊണ്ടും സുഖകരമായ അവസ്ഥയാണ്. ഈ അസുഖങ്ങൾ വന്നാൽ ചിലപ്പോൾ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് കഴിക്കേണ്ടി വരും, ചിലപ്പോൾ നിവർത്തിയില്ലാണ്ട് ആൻറ്റിബയോട്ടിക്സ് കഴിക്കേണ്ടി വരും. പക്ഷേ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ ഒരു ബോംബിട്ട അവസ്ഥയാണ്. ബോംബിടുമ്പോൾ നമ്മൾ നോക്കുന്നില്ലല്ലോ, അപ്പുറത്ത് നല്ല ആൾക്കാരെ വെച്ചിട്ട് ബാക്കിയുള്ളത് കളഞ്ഞ എല്ലാത്തിനെയും കൊല്ലുന്നു. അങ്ങനെ നമ്മുടെ മൈക്രോബയോംസ് ഒരുവിധം അങ്ങനെ നല്ല മൈക്രോബയോംസ് ഉള്ളതും ചത്തുപോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. നമ്മൾ കഴിക്കുന്ന ആഹാരം അത് പ്രധാനം തന്നെയാണ്. സമയം, സ്ലീപ്പ്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ മൈക്രോബയോംസ് എന്ന് പറയുന്നതിൻ്റെ വെറൈറ്റി എത്രമാത്രം ബിഗാണോ അത്രമാത്രം ഹെൽത്തിയാണ് നമ്മൾ. ഇപ്പോൾ
ഒരു ആങ്സൈറ്റി ഉള്ള ആളെ നോക്കുക, ഡിപ്രഷനും ആങ്സൈറ്റി ഉള്ള ആളുടെ മൈക്രോബയോംസ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം അനദർ പേഴ്സൺ. ഹെൽത്തിൽ നല്ല ഹാപ്പിയായി സന്തോഷമായിട്ടിരിക്കുന്ന ആളിനേക്കാളും വളരെയധികം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മുടെ മൈൻഡിനെയും ബാധിക്കും, നമ്മുടെ ശരീരത്തിനും ബാധിക്കും. ആക്ച്വലി നമ്മളുടെ ഗട്ട് മൈക്രോബയോംസ് എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിനായിട്ട് കണക്റ്റഡ് ആണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗട്ടും ബ്രെയിനും കണക്ഷൻ ഉണ്ട്. നമ്മുടെ മൈക്രോബയോംസ് വെറും ഡൈജഷൻ മാത്രമല്ല നോക്കുന്നത്, അത് കെമിക്കൽസ്, നമുക്ക് വേണ്ടുന്ന കെമിക്കൽസ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വേണ്ടുന്ന ഹോർമോൺസ് ഇപ്പോൾ ഒരു 90-95% സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ഗട്ടിൽ നിന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മളുടെ ഗട്ടിനെ ബാധിക്കുന്നു, നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നു. ഇനി നമ്മളുടെ ശരീരം അപ്സെറ്റാണ്, നമ്മുടെ വയർ അപ്സെറ്റാണ് എങ്കിൽ അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയും ബാധിക്കുന്നുണ്ട്. ഇതൊരു പാലമിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പോലെയാണ്. അപ്പോൾ ഒരു പാലം നമുക്ക് ഓൾറെഡി ഉണ്ട്, നമ്മളുടെ ബ്രെയിനും ഗട്ടും തമ്മിൽ ഓൾറെഡി ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ നമുക്ക് ഈ മൈക്രോബയോംസ് ത്രൂ, അതുപോലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ത്രൂ കണക്റ്റഡ് ആണ്. നമ്മളുടെ ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ബ്രെയിനും സ്പൈനൽ കോഡും നമ്മുടെ റെറ്റിനയുടെ ബാക്കും ഇത്രയും വരുന്നുണ്ട്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജസ് പാസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് നമുക്ക് ഗട്ട് ഹെൽത്തായിട്ട് വരുമ്പോൾ വേഗസ് നെർവാണ്. വേഗസ് നെർവ് നമ്മളുടെ ബ്രെയിനായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ബ്രെയിനിൽ നിന്ന് നമ്മളുടെ ബ്രെയിനിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ബ്രെയിനിൽ നിന്ന് കണക്റ്റഡ് ആയിട്ട് വരുന്ന ഏറ്റവും വലിയ നെർവാണ്, ഈ ക്രാനിയൽ നെർവിൽ ഏറ്റവും വലിയ നെർവാണ് ഈ വേഗസ് നെർവ്. ഈ വേഗസ് നെർവ് നമ്മളുടെ ബ്രെയിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെക്ക് ത്രൂ നമ്മുടെ ലങ്സ്, ഹാർട്ട്, ദെൻ സ്റ്റമക്ക്. അപ്പോൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാ മില്ലിമീറ്ററിലും ഇതിൻ്റെ എൻഡിങ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള എല്ലാ മെസ്സേജസും എടുത്ത് പാസ് ചെയ്ത് ബ്രെയിനിലേക്ക് എത്തിക്കുകയാണ്. അതുപോലെ തന്നെ ബ്രെയിനിൽ നിന്നുള്ള മെസ്സേജ് നമ്മൾക്ക് ബോഡിയിലേക്ക് എത്തിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ സ്ട്രെസ്ഡ് ആവും. ഒരു എക്സാമിന് പോവാണ്, എക്സാമിന് പോകും മുന്നേ നമ്മൾ സ്ട്രെസ്ഡ് ആണ്. അപ്പോൾ ചില ആൾക്കാർക്ക് കാണാൻ ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകണം, അതിനേറ്റ് മുന്നേ 2-3 പ്രാവശ്യം. അത് ഭക്ഷണത്തിൻ്റെ പ്രശ്നം കൊണ്ടല്ല. അതേസമയം ചില ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയർ അപ്സെറ്റായി, ബ്ലോട്ടഡായി, ഓട്ടോമാറ്റിക്കലി അവർക്ക് സ്ട്രെസ് വന്നു, ഗ്യാസ്ട്രൈറ്റിസ് അടിച്ചു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കണക്റ്റഡ് ആണെന്ന് നമുക്ക് നമ്മളുടെ സാധാരണ ജീവിതത്തിൽ തന്നെ മനസ്സിലാക്കാം. പക്ഷെ ഇത് ഡീപ്പായിട്ട് മനസ്സിലായാൽ മാത്രമേ ആൾക്കാർ ഹീലിങ്ങിന് തയ്യാറാവുന്നുള്ളൂ. ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ എത്രമാത്രം ഡീപ്പാണെന്ന് പൊതുജനങ്ങളിൽ അറിഞ്ഞിരിക്കണം. ഒന്ന്, നമ്മളുടെ ഭക്ഷണം. പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്നത് നമ്മളുടെ മൈക്രോബയോംസിനെ ഫീഡ് ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരമാണ്. ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ കഴിക്കേണ്ടത് ഫെർമെൻറ്റഡ് ഫുഡ്സാണ്. ഫെർമെൻറ്റഡ് ഫുഡ്സിൽ നിന്ന് നമുക്ക് നല്ല മൈക്രോബയോംസ് ഉണ്ടാവും. അതുപോലെ ഫൈബർ റിച്ച് ഫുഡ്സും നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. മൈക്രോബയോംസ് കൂട്ടാനല്ല, പക്ഷെ എൻസൈംസ് കൂട്ടാൻ സഹായിക്കും. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് ഹെൽത്തി ആയിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്യണമെങ്കിൽ അതുപോലെ എന്ത് വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് നമ്മൾ കുറച്ച് കൊണ്ടുവരേണ്ടത് പ്രോസസ്ഡ് ഫുഡ്സ്, ഷുഗർ, ഇത് രണ്ടും നല്ല രീതിയിൽ കുറയ്ക്കണം. എന്നാൽ മാത്രമേ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. നമുക്ക് നേച്ചുറലായിട്ട് കിട്ടുന്ന ഷുഗറും അല്ലാതെ നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്ന ഷുഗറും നമ്മുടെ ഗട്ടിന് നല്ലപോലെ തിരിച്ചറിയും. അപ്പോൾ ഈ ഷുഗർ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പല കെമിക്കൽസും പല ഹോർമോൺസും ആക്ടിവേറ്റഡ് ആവും. അത് നേരെ നമുക്ക് നമ്മളുടെ ബ്രെയിനിലെത്തുന്നു, ബ്രെയിനിൽ പ്രോസസ്സ് ചെയ്യുന്നു. അതിനനുസരിച്ചിട്ടാണ് ബാക്കി നമ്മളുടെ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നത്.